ഒരു കാര്യവുമില്ല. ഇനി ഖാസിമിയുടെ രണ്ടാമത്തെ ഇബാദത്തോ നിങ്ങളൊന്ന് കാണുക. പ്രസംഗം എനിക്കൊരു തൊഴിലല്ല, അതൊരു പ്രധാനപ്പെട്ട ഇബാദത്താണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇയാൾ പറഞ്ഞതാ 2 കോടി ഞാൻ പലിശ കൊടുത്തു, ബാക്കി പലിശ കൊടുക്കാനുള്ള പൈസ നിന്റെ കയ്യിലുണ്ട്, നിങ്ങൾ മറന്നോ? ഇല്ല ഖാസിമി, മറന്നിട്ടില്ല. നിങ്ങളുടെ പച്ചക്കള്ളം ഞങ്ങൾ മറന്നിട്ടില്ല. കാന്തപുരം 2 കോടി പലിശക്ക് കൊടുത്തുവെന്നും ബാക്കി പലിശക്കുള്ള പണം തന്റെ കയ്യിലുണ്ടെന്നും കാന്തപുരം എപ്പോൾ എവിടെ വെച്ചാണ് പറഞ്ഞത് തെളിയിക്കാൻ ഖാസിമി താങ്കൾക്ക് സാധിക്കുമോ? അയാളെ പേറിയവനുണ്ടാവും. അതെല്ലാരും മനസ്സിലാക്കുക, അതെല്ലാരും തിരിച്ചറിയുക, അത് മനസ്സിലാക്കണം. അയാൾക്ക് അയാളുടെ സമൂഹത്തിന് അള്ളാഹുവിന്റെ അടിസ്ഥാനം ഇല്ല. എന്താ അള്ളാഹുവിന്റെ അടിസ്ഥാനം? എന്തിനായാലും നിങ്ങൾ പ്രവർത്തിക്കേണ്ടത്? താങ്കളെപ്പോലെ പണ്ഡിതന്മാരെ തെറി പറയാനാണോ ആലിമീങ്ങൾ പ്രവർത്തിക്കേണ്ടതോ? അയാളെ പേറിയവനുണ്ടാവും. അതെല്ലാരും മനസ്സിലാക്കുക, അയാളെ പേറിയവനുണ്ടാവും. അതെല്ലാരും മനസ്സിലാക്കുക. ഇനി നിങ്ങളൊന്ന് കാണുക, കാന്തപുരം ഉസ്താദിനെ പേറിയവർ ആരെല്ലാമാണ്? ഒന്നാമതായി ആദരണീയനായ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ. മിസ്റ്റർ ഖാസിമി ഖമറുൽ ഉലമയോടൊപ്പം വേദി പങ്കിട്ട മുസ്ലിം ലീഗ് അധ്യക്ഷൻ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ കുറിച്ചോ താങ്കളുടെ അഭിപ്രായം എന്താണ്? അയാളെ പേറിയവനുണ്ടാവും. അതെല്ലാരും മനസ്സിലാക്കുക, അയാളെ പേറിയവനുണ്ടാവും. അതെല്ലാരും മനസ്സിലാക്കുക. ഇനി മുൻ വ്യവസായ മന്ത്രിയും മുസ്ലിം ലീഗ് മട്ടാഞ്ചേരി മണ്ഡലം MLA-യുമായ ഇബ്രാഹിം കുഞ്ഞ് MLA. കാലഘട്ടത്തിന്റെ ശബ്ദം, ആദർശ രീതിയിലെ അജയ്യനായ തേരാളി ശൈഖുനാ കാന്തപുരം ഉസ്താദിനെ വോട്ടനയിക്കുന്ന ബഹുമാനപ്പെട്ട ഇബ്രാഹിം കുഞ്ഞ് MLA സാഹിബ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. മിസ്റ്റർ ഖാസിമി, ഇബ്രാഹിം കുഞ്ഞ് MLA-യോട് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? അയാളെ പേറിയവനുണ്ടാവും. അതെല്ലാരും മനസ്സിലാക്കുക, അയാളെ പേറിയവനുണ്ടാവും. അതെല്ലാരും മനസ്സിലാക്കുക. ഇനി കാന്തപുരം വിഭാഗത്തിന്റെ നേതാവും സുന്നി കൈരളിയുടെ ആത്മീയ നായകനുമായ സയ്യിദ് ഇബ്രാഹിമുൽ ഖലീലുൽ ബുഖാരിയോടുകൂടെ ആദരണീയനായ പാണക്കാട് തങ്ങൾ. എന്താണ് ഖാസിമി നിങ്ങൾക്ക് പറയാനുള്ളത്? അയാളെ പേറിയവനുണ്ടാവും. അതെല്ലാരും മനസ്സിലാക്കുക, അയാളെ പേറിയവനുണ്ടാവും. അതെല്ലാരും മനസ്സിലാക്കുക. ഇനി ഖാസിമിയുടെ മൂന്നാമത്തെ ഇബാദത്തോ നിങ്ങളൊന്ന് കാണുക. പ്രസംഗം എനിക്കൊരു തൊഴിലല്ല, അതൊരു പ്രധാനപ്പെട്ട ഇബാദത്താണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എന്റെ ആക്ടിവിറ്റീസ്, എന്റെ തെസ്കിയത്തില്ലാത്ത സമൂഹം തോന്നിയാസം കാണിക്കാം, എന്നിട്ട് അതിനൊക്കെ അങ്ങോട്ട് ചിന്താപാട് വിളിക്കാം, കുറെ ആളുകൾ അങ്ങോട്ട് തെറ്റിദ്ധരിച്ചില്ല. എനിക്ക് ഓർമ്മണ്ട്, മുതലക്കുളത്ത് മുമ്പൊരിക്കൽ ബഹുമാനപ്പെട്ട കോട്ടമൽ ഉസ്താദ് പ്രസംഗിച്ചപ്പോൾ മതിന്റെ അപ്പുറത്ത് കുറെ ചെറുപ്പക്കാരിരുന്നു, അവര് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞു. ഖാസിമി, AP എന്ന ദ്വയാക്ഷരം കേൾക്കുമ്പോൾ തക്ബീർ ചൊല്ലുന്നത് നിർത്തലാക്കാൻ താങ്കൾക്ക് സാധ്യമല്ല. ഖുർആൻ പണ്ഡിതനായ എന്റെ പേര് കേൾക്കുമ്പോൾ ആരും തക്ബീർ വിളിക്കാത്തത് എന്താണെന്നോ താങ്കൾ ചിന്തിക്കാറുണ്ടോ? അതിനുള്ള കാരണം താങ്കൾ തന്നെ പറഞ്ഞത് മറന്നുപോയോ? വലിയൊരു സംഗതിയൊന്നും ആരും പറയണ്ട. ഇൽമത്ര വലിയ കാര്യമൊന്നുമല്ല, ഇൽമത്ര വലിയൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അത്ര വലിയൊരു സംഗതിയൊന്നും ആരും പറയണ്ട. ഇൽമത്ര വലിയ കാര്യമൊന്നുമല്ല, ഇൽമത്ര വലിയൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല.
അത്ര വലിയൊരു സംഗതിയൊന്നും ആരും പറയണ്ട. ഇൽമ അത്ര വലിയ കാര്യമൊന്നുമല്ല. ഇൽമ അത്ര വലിയൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ കാന്തപുരത്തിന് വലുതോ ഇൽമാണ്. فبالأولى 100 مرة أو 1000 مرة في هذا العصر الحديث. एक जगह से निकाल के हर जगह थोड़ा सा चला जा तो दर्द हो गया, दर्द कम हो गया, खत्म हो गया. മിസ്റ്റർ ഖാസിമി, ഇൽമുള്ളവർക്ക് സമൂഹ മധ്യത്തിൽ എന്നും ഉയർച്ചയുണ്ടാകും. അതിൽ അസൂയ പൂണ്ടിട്ട് കാര്യമില്ല. ഇൽമിന് പ്രാധാന്യം നൽകാതെ പണ്ഡിതന്മാരുടെ പച്ചമാംസം കൊത്തിവലിക്കുന്ന നിങ്ങളുടെ പേര് കേട്ടാൽ ആര് തക്ബീർ ചെല്ലാനാണ്? ഖാസിമി, താങ്കൾ പണ്ട് പറഞ്ഞത് മറന്നുപോയോ? ഏറ്റവും വലിയ ആയുധം ഇൽമാണ്. ഇങ്ങോട്ട് നോക്കൂ. ഏറ്റവും വലിയ ആയുധം ഇൽമാണ്.